ഒരാളെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തേക്കും? റെക്കമെൻഡേഷൻ, ശുപാർശകൾ വരും. ചിലർക്ക് അതിൻ്റെ അംഗീകാരം കിട്ടും, ചിലർക്ക് അതിൻ്റെ പിന്തുണ കിട്ടും. പക്ഷേ ആത്യന്തികമായി ഒരു ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്ന് മാറ്റമാണ്. അതിന് കാരണം ദൈവം ഉയരങ്ങളിലാണ്. ഉയരങ്ങളിൽ ഇരിക്കുന്നവന് മാത്രമേ ഉയർത്താൻ കഴിയൂ. താഴെ ഇരിക്കുന്ന ഒരാൾക്ക് ഉയർത്താൻ പറ്റും. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓരോ ദിവസവും കർത്താവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം, കർത്താവിന് സ്തുതി അർപ്പിക്കാം. ഒരു നിമിഷം എടുത്ത് കർത്താവിന് നന്ദി പറയാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വണ്ടി ഓടിക്കുകയായിരിക്കാം, കിച്ചണിലായിരിക്കാം, നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ ഈ സമയത്ത് കർത്താവിനൊന്ന് നന്ദി പറയുക. യേശുവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരാഴ്ച ഞങ്ങൾ വഴി നടത്തിയതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. പുതിയ ആഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. ഏമാൻ ഏമാൻ. നമുക്ക് ഇന്നത്തെ കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. എറണാകുളത്ത് നിന്ന് ഷിൻഡ AS എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏപ്രിൽ 27 തുടങ്ങിയ 4ാമത്തെ സെമസ്റ്റർ എൻജിനീയറിംഗ് എക്സാമിൽ നന്നായി എഴുതുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ കരം കർത്താവെ ആ മകളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, COA, DBMS, OS, മാത്സ് എന്നീ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്നായി പഠിക്കുവാനും എഴുതുവാനും പേപ്പറിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുവാനും കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അടുത്ത സെമസ്റ്ററിൽ ഫുൾ പാസ്സാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. ഉയർന്ന മാർക്ക്, ഉയർന്ന CGPA ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ. താങ്ക് യു സോ മച്ച് ഷിൻറ്റ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ആഴ്ച ഈ സമയത്ത് നമുക്ക് കോഴഞ്ചേരി ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. സോ കോഴഞ്ചേരിയിലുള്ള വ്യക്തികൾ, പത്തനംതിട്ടയിലുള്ള വ്യക്തികൾ, നിങ്ങൾ ഡേറ്റ് കുറിച്ച് വെക്കുക. മെയ് 16 കോഴഞ്ചേരിയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. നിങ്ങളും അതിലേക്ക് കടന്നു വരിക. കർത്താവ് അതിശക്തമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. വെൽക്കം ബാക്ക്. ഈ ഒരാഴ്ചയിലെ മോർണിംഗ് ഗ്ലോറി ഇന്നിവിടെ തീരുകയാണ്. നാളെ ഒരു പുതിയ പ്രഭാതം, പുതിയ ആഴ്ച. അടുത്ത തിങ്കളാഴ്ച വീണ്ടും നമ്മൾ തുടരും. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഫേവർ ഫോർ പ്രൊമോഷൻ. ഉയർച്ചയ്ക്കുള്ള ദൈവപ്രസാദം, അല്ലേ? ഉയർച്ചയ്ക്കുള്ള ദൈവത്തിൻ്റെ അനുകൂലത എത്ര പേർക്ക് ആവശ്യമുണ്ട്? ജീവിതത്തിൽ ഉയരണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം വേണം, ദൈവത്തിൻ്റെ പ്ലഷർ വേണം നമ്മുടെ മേൽ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ കാണുന്നവർ എന്ന് വെച്ചാൽ ലൈവായി കാണുന്നവർ, റീപ്ലേ ഒരു ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞ്, എപ്പോൾ കാണുന്നവർ കാണുമ്പോൾ നിങ്ങൾ ഫേവർ ഫോർ പ്രൊമോഷൻ തുടക്കത്തിൽ തന്നെ ടൈപ്പ് ചെയ്തിടുക. അത് നിങ്ങളുടെ അറ്റൻഡൻസാണ്. അടുത്തത് ഫോക്കസ് വേഴ്സ് Psalm 75 verse number 6 and 7. സങ്കീർത്തനങ്ങൾ 75 6, 7 നോക്കുമ്പോൾ, For promotion comes either from the east, nor from the west, nor from the south, but God is the judge. He puts down one, he sets up another. wow. ഇതൊരു ഭയങ്കര സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഗമാണത്. For promotion comes neither from the east, അതായത് ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പിന്നെന്താണ് പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല. ദൈവമാണ് ന്യായാധിപൻ. അവൻ ചിലരെ താഴ്ത്തുന്നു, ചിലരെ ഉയർത്തി ഇരുത്തുന്നു. അതൊക്കെ ഒന്ന് മൊബൈൽ ആപ്പിൽ നിന്ന് കോപ്പി ചെയ്തിടണേ. ഡിക്ലറേഷൻ നോക്കുക. ഗോഡ്സ് ഫേവർ പ്രൊമോട്ട്സ് മീ ടുഡേ. ദൈവത്തിൻ്റെ പ്രസാദം ഇന്ന് എന്നെ ഉയർത്തുന്നു. I rise into positions of influence for his purpose. ഞാൻ വളരെ സ്വാധീനമുള്ള ചില സ്ഥാനങ്ങളിലേക്ക് ഉയരുകയും എന്തിന്? അവൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ഞാൻ ഉയരുകയും ചെയ്യുന്നു. റീഡിംഗ് പ്ലാൻ നോക്കി വായിക്കണേ. 4 കാര്യങ്ങൾ പറയാൻ പോവുക. അതിലൊന്നാമത്തേത്, പ്രൊമോഷൻ അൾട്ടിമേറ്റ്ലി കംസ് ഫ്രം ദ ലോർഡ്.
എങ്ങനെയൊക്കെ ചിന്തിച്ചാലും കൂട്ടി കിഴിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഉയർച്ച ആത്യന്തികമായി വരുന്നത് കർത്താവിൽ നിന്നാണ്, അഥവാ ദൈവത്തിൽ നിന്നാണ്. ആത്യന്തികമായി ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് 75-ാം സങ്കീർത്തനത്തിലാണല്ലോ വായിച്ചത്. ദിസ് സാം ഡിക്ലെയർസ് ദാറ്റ് പ്രൊമോഷൻ ഡസ് നോട്ട് കം merely from human directions or earthly systems. ഉയർച്ച വരുന്നത് ഒരിക്കലും മാനുഷികമായ ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ചില വ്യവസ്ഥകൾ കൊണ്ടോ അല്ല. പീപ്പിൾ മേ recognize, support, but final elevation belongs to the Lord. അപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ ഉയർത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാളെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തേക്കും? റെക്കമെൻഡേഷൻ, ശുപാർശകൾ വരും. ചിലർക്ക് അതിൻ്റെ അംഗീകാരം കിട്ടും, ചിലർക്ക് അതിൻ്റെ പിന്തുണ കിട്ടും. പക്ഷേ ആത്യന്തികമായി ഒരു ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്ന് മാറ്റമാണ്. അതിന് കാരണം ദൈവം ഉയരങ്ങളിലാണ്. ഉയരങ്ങളിലിരിക്കുന്നവന് മാത്രമേ ഉയർത്താൻ കഴിയൂ. താഴെ ഇരിക്കുന്ന ഒരാൾക്ക് ഉയർത്താൻ പറ്റൂ. 1 ശമൂവേൽ 2:7 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ദ ലോർഡ് സെൻസ് പോവർട്ടി ആൻഡ് വെൽത്ത്, ഹി ഹംബിൾസ് ആൻഡ് ഹി എക്സോൾട്ട്സ്. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സങ്കീർത്തനത്തിൽ അവരുടെ കാഴ്ചപ്പാടിൽ എഴുതിയൊരു സംഭവമാണത്. ദ ലോർഡ് സെൻസ് പോവർട്ടി ആൻഡ് വെൽത്ത്. ദൈവം ചില സമയത്ത് ദാരിദ്ര്യത്തെയും സമ്പന്നതയെ അയക്കുന്നു. ദൈവം ദാരിദ്ര്യം അയക്കുക എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഒരു കോൺസിക്വൻസ്, ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ലംഘിക്കുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. ആൻഡ് ഹീ ഹംബിൾസ് ആൻഡ് എക്സോൾട്ട്സ് എന്ന് പറഞ്ഞാൽ ചിലരെ അവൻ താഴ്ത്തുന്നു, ചിലരെ അവൻ ഉയർത്തുന്നു. ദാനിയേൽ 2:21, ദാനിയേലിൻ്റെ പുസ്തകം 2:21 നമ്മൾ കാണുന്നത് ഹി ഡീപ്പോസസ് കിങ്സ് ആൻഡ് റൈസസ് അപ്പ് അതേഴ്സ്. അവൻ ചില രാജാക്കന്മാരെ താഴെ ഇറക്കുന്നു, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുന്നു, രാജസ്ഥാനം നഷ്ടപ്പെടുന്നു, ഭരണം നഷ്ടപ്പെടുന്നു. ഹി റൈസസ് അപ്പ് അതേഴ്സ്. അവൻ മറ്റു ചിലരെ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ചിലരെ താഴ്ത്തുന്നു, ചിലരെ ഉയർത്തുന്നു. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ദൈവമാണ് എല്ലാ അധികാരങ്ങളെയും ഉണ്ടാക്കുന്നതും അവരോധിക്കുന്നതും. ഇത് ഏതെങ്കിലും ദൈവമക്കൾക്ക് മനസ്സിലായാൽ, വിശ്വാസികൾക്ക് മനസ്സിലായാൽ, പിന്നെ മനുഷ്യരുടെ പുറകെ പോകാതെ ദൈവത്തിൻ്റെ പുറകെ അവർ പോകാൻ തുടങ്ങും. കാരണം അൾട്ടിമേറ്റ്ലി ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്, മനുഷ്യരിൽ നിന്ന് അല്ല. ചോദ്യം: ദാവീദിനെ ആരാ തിരഞ്ഞെടുത്തത്? ദാവീദിനെ ആരാണ് ഉയർത്തിയത്? ശമൂവേലാണോ? ഇശായിയാണോ? അവൻ്റെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ആണോ? ദൈവമായി തന്നെ വ്യക്തതയോടെ ഒരു പ്രവാചകന് നിർദ്ദേശം കൊടുത്ത് സാമുവേൽ പ്രവാചകൻ വന്നവനെ ഹാൻഡ് പിക്ക് ചെയ്ത് അഭിഷേകം ചെയ്ത്, വീട്ടിലുള്ള ഒരാൾക്കും ഒരു താല്പര്യമില്ലായിരുന്നു അവനിങ്ങനെ വിടാൻ. അവൻ്റെ അപ്പനും താല്പര്യം ഇല്ലായിരുന്നു, അമ്മയ്ക്കും താല്പര്യമില്ലായിരുന്നു. കാരണം അങ്ങനെ ഇത് ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും മൂത്തവനല്ല അത് കിട്ടേണ്ടത്, ഇത് ഏറ്റവും ഇളയവനാണ്. ദൈവമെല്ലാം ഉൾട്ടാ ചെയ്യുന്നവനാണ്. ദൈവം ഉയർത്തുന്നത് ഒരു പക്ഷേ ഒരു യോഗ്യതയുമില്ലാത്ത, മനുഷ്യർ മാർക്ക് കൊടുക്കാത്ത ആളുകളെയാണ് ദൈവം ഉയർത്തിവിടുന്നത്. ഏതെങ്കിലും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടിട്ടുണ്ടോ? നമ്മളിവിടെ വണ്ടർ കിഡ്സിൻ്റെയോ അല്ലെങ്കിൽ ടീൻസിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് അൺലിമിറ്റഡിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ പ്രൈസ് കൊടുക്കുന്നത് കാണാം. മെഡലോ ട്രോഫിയോ മെമൻറ്റോയോ ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കാണാം. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിശിഷ്ടാതിഥി ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടായിരിക്കുള്ളൂ ഇത് കൊടുപ്പിക്കുന്നത്. പക്ഷെ കൊടുക്കാനുള്ള തീരുമാനമെടുത്തത് ആരായിരിക്കും? ഒരു ജൂറി അല്ലെങ്കിൽ ഒരു ജഡ്ജസിൻ്റെ ഒരു പാനലായിരിക്കും. അത് തിരഞ്ഞെടുക്കുന്നൊരു കൗൺസിലായിരിക്കും. അവരാണ് നന്നായിട്ട് പാടിയ കുട്ടികളെ ലൊക്കേഷൻ കോമ്പറ്റീഷനിൽ നന്നായിട്ട് ചെയ്തത്, ക്വിസ് കോമ്പറ്റീഷൻ നന്നായിട്ട് പെർഫോം ചെയ്തത്, നന്നായിട്ട് പഠിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ചെയ്ത് അതിനൊരു പാനൽ കാണും. അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ഒരാൾ കാണും. പക്ഷെ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ട് കളക്ടറെയോ IGയോ ആരെങ്കിലുമൊക്കെ വിശിഷ്ടാതിഥിയെ വിളിച്ചിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. പക്ഷെ കൊടുക്കുന്ന ആളുടെ തീരുമാനമല്ലാതെ അവിടെ നിൽക്കുന്ന MCയോ ആരെങ്കിലും ആയിരിക്കും പേര് അനൗൺസ് ചെയ്യുന്നത്. വരുന്ന സമയത്ത് ഈ കൊടുക്കുന്നയാൾ വേറെ ആൾ അയാളുടെ കയ്യിലേക്ക് കൊടുത്ത് അങ്ങോട്ട് കൊടുത്തതല്ല, അയാൾക്കൊന്നും അറിഞ്ഞൂടാ. പുറകിൽ ചില തീരുമാനങ്ങളെടുത്തൊരു ജഡ്ജുണ്ട്. ഇതുപോലെ വിസിബിൾ ഹാൻഡ്സ്, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന ദൃശ്യമായ ചില കരങ്ങൾ, അവരായിരിക്കാം ഒരു പ്രൊമോഷൻ നൽകുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ തീരുമാനമെടുത്തത് ദൈവമാണ്.
ഞാൻ ഒന്നുകൂടി പറയാം. ഒരു കമ്പനിയിൽ ഒരു പ്രൊമോഷൻ നടക്കുക. അപ്പോൾ അവിടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മുകളിലായിട്ടുള്ള പല ടീം ലീഡേഴ്സും അതിൻ്റെ മുകളിലുള്ള ഒരു HR അതും ഇതൊക്കെ കാണും. പക്ഷേ അവിടെ ആ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ MD ആയിരിക്കും ഫൈനലി ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ തീരുമാനമെടുത്തത് താഴേന്ന് പലരെ സജസ്റ്റ് ചെയ്ത് പുഷ് ചെയ്ത് അതിൻ്റെ അപ്രൈസിലും എല്ലാം കിട്ടിയിട്ട് ഒരു MD ആണെങ്കിലും വാസ്തവത്തിൽ അതിൻ്റെ അൾട്ടിമേറ്റ് തീരുമാനം വന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രൊമോഷൻ കംസ് ഫ്രം ദ ലോർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് കുറിക്കുക, ഫേവർ ഓപ്പൺസ് ഡോർസ് ഹ്യൂമൻ എഫർട്ട് കനോട്ട്. മാനുഷിക പ്രയത്നങ്ങൾക്ക് കഴിയാത്ത വാതിലുകൾ ദൈവത്തിൻ്റെ പ്രസാദത്തിന് തുറക്കാൻ കഴിയും. ഇത് ഞാൻ പറയുമ്പോൾ ചിലരോടൊക്കെയുള്ള ശക്തിയേറിയ ഒരു ദൂതാണ്, ഒരു മെസ്സേജാണ് ഈ പറയുന്നത്. സോ സ്കിൽ ആൻഡ് ഡിലിജൻസ് മാറ്റർ. തീർച്ചയായിട്ടും കമ്പനികളിൽ ഒക്കെ ഓരോരുത്തരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ നല്ല കഴിവുള്ളവരും വളരെ നല്ല ഇതൊക്കെ ഉള്ളവരായിരിക്കും ഉള്ളത് ചെയ്യുന്നത്, അല്ലേ? സ്കിൽ ആൻഡ് ഡിലിജൻസ് മാറ്റർ, ബട്ട് ഫേവർ ക്യാൻ അക്കംപ്ലിഷ് വാട്ട് എഫർട്ട് കനോട്ട്. ഇവിടെ നല്ല സ്കില്ലും ഹാർഡ് വർക്കിങ്ങും ആയിട്ടുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതെല്ലാം ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രസാദം വരുമ്പോൾ ഈ പ്രയത്നത്തിനോ ഒന്നിനും നടക്കാത്ത കാര്യം, പെർഫോമൻസിനൊന്നും നടക്കാത്തത് ദൈവത്തിൻ്റെ പ്രസാദത്തിന് ചെയ്യാനും അവരെ ഉയർത്താനും സാധിക്കും. God's favor creates opportunities that credentials alone may never secure. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം പലപ്പോഴും അവസരങ്ങളെ സൃഷ്ടിക്കും. ദാറ്റ് ക്രെഡൻഷ്യൽസ് alone may never secure. പലർക്ക് ചില ക്രെഡൻഷ്യൽസൊക്കെ വേണം, അങ്ങനെയുള്ളവരെയല്ലേ കയറ്റി വിടുന്നത്, പ്രൊമോഷനൊക്കെ വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടോ, അത് അവസരങ്ങൾ വരെ സൃഷ്ടിച്ചെന്നിരിക്കും. ഒത്തിരി പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ ഒരു തസ്തി അവിടെയില്ല, അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി അവിടെയില്ല, അങ്ങനെ ഒരു ചെയർ അവിടെയില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം ഒരു വ്യക്തിയെക്കുറിച്ച് വന്നപ്പോൾ ആ കമ്പനി അല്ലെങ്കിൽ ആ സിസ്റ്റം, ഓർഗനൈസേഷൻ അവർക്ക് വേണ്ടി അങ്ങനൊരു തസ്തിക ഉണ്ടാക്കി അവരവിടെ ഇരുത്തി. ഇതൊക്കെ ദൈവത്തിൻ്റെ പരിപാടിയല്ലേ? സദൃശവാക്യങ്ങൾ 3:4 കാണുന്നത്, ദെൻ യു വിൽ വിൻ ഫേവർ ആൻഡ് എ ഗുഡ് നെയിം. അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ പ്രസാദവും വളരെ നല്ല അല്ലെങ്കിൽ ഒരു സൽപ്പേരും ഉണ്ടാകും. ദൈവത്താൽ ഉണ്ടാകുന്ന കാര്യം എത്ര പേർ സ്വീകരിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ ഫേവർ വരുന്ന സമയത്താണ് ഒരു നല്ല പേരുണ്ടാകുന്നത്, സൽപ്പേരുണ്ടാകുന്നത്. സങ്കീർത്തനങ്ങൾ 5:12 യു സറൗണ്ട് ദ റൈച്ചസ് വിത്ത് ഫേവർ ആസ് വിത്ത് എ ഷീൽഡ്. നീ നീതിമാനെ നിൻ്റെ ദയയാലും, ഒരു ദയ എന്നതുപോലെ ഒരു പരിച എന്നതുപോലെ ചുറ്റിക്കൊള്ളും. പരിച പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിന്നെ അവൻ സംരക്ഷിക്കും. വെളിപ്പാട് പുസ്തകം 3:8 ഐ ഹാവ് പ്ലേസ്ഡ് ബിഫോർ യു ആൻ ഓപ്പൺ ഡോർ ദാറ്റ് നോ വൺ ക്യാൻ ഷട്ട്. ആർക്കും അടച്ചു കളയാൻ കഴിയാത്തൊരു വഴി അല്ലെങ്കിൽ വാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. ഫേവർ ഡസ് നോട്ട് റീപ്ലേസ് ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവം ഓരോരുത്തരെ അങ്ങ് ഉയർത്തി വിടുമല്ലേ, അല്ലാണ്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു അർത്ഥത്തില്ല. ഫേവർ ഡസ് നോട്ട് റീപ്ലേസ് ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തതയ്ക്ക് ബദലായി വയ്ക്കാനുള്ള ഒന്നല്ല ദൈവപ്രസാദം. നമ്മൾ വിശ്വസ്തരാകേണ്ടത് നമ്മൾ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം. ഫേവർ ഡസ് നോട്ട് റീപ്ലേസ് ഫെയ്ത്ത്ഫുൾനെസ്, ഇറ്റ് എക്സലറേറ്റ്സ് ഇറ്റ്. ദൈവപ്രസാദം വിശ്വസ്തതയെ മാറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് എക്സലറേറ്റ്സ് ഇറ്റ്. എന്നാൽ ആ വിശ്വസ്തതയെ ഒന്നുകൂടെ അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഫേവർ. ഒരിക്കൽ ഒരു വീടങ്ങ് അടഞ്ഞു കിടക്കുക, എൻ്റെ താക്കോലില്ല. സോ താക്കോല് എവിടെയോ മിസ്പ്ലേസ് ചെയ്തു. അതുകൊണ്ട് എല്ലാവരും വന്ന് വാതിൽ പുഷ് ചെയ്ത് നോക്കുന്നു, അങ്ങനെ ഇങ്ങനെ പല ട്രിക്കുകൾ ഉപയോഗിച്ചൊക്കെ തുറക്കാൻ നോക്കിയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരാളുടെ കയ്യിൽ താക്കോൽ കിട്ടി. അയാൾ ചുമ്മാ കയറി വന്നിട്ട് ഒരു തിരിച്ചു തുറന്നു കയറി. അപ്പോൾ മണിക്കൂറുകൾ എത്ര ശ്രമിച്ചിട്ടും ഫോഴ്സ് ചെയ്തിട്ടും എന്തെല്ലാം തരത്തിൽ ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു പരിപാടി ആ ഒരു കൊച്ചു താക്കോലുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോൾ തന്നെ തുറന്നു വന്നു. ഗോഡ്സ് ഫേവർ ഓപ്പൺസ് ലോക്ക്ഡ് ഡോർസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
ദൈവത്തിൻ്റെ പ്രസാദമുണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കാൻ കഴിയും. നമ്പർ 3, പ്രൊമോഷൻ റിക്വയർസ് ക്യാരക്ടർ ടു സസ്റ്റെയിൻ ഇറ്റ്. ഈ പ്രൊമോഷൻ ആവശ്യമുള്ളത് സ്വഭാവശ്രേഷ്ഠതയാണ്. അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ, അതായത് ഒരു നല്ല രീതിയിലൊരു ജീവിതത്തെ നിയന്ത്രിച്ച് നിലനിർത്തിക്കൊണ്ട് പോകാൻ ആ വ്യക്തിയുടെ അകത്തുള്ള സ്വഭാവശ്രേഷ്ഠത, ക്യാരക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ, സസ്റ്റെയിൻ ചെയ്യാൻ. സോ ഗോഡ് നോട്ട് ഓൺലി പ്രൊമോട്ട്സ് പീപ്പിൾ, ഹീ പ്രിപ്പേഴ്സ് ദം. ദൈവം ജനങ്ങളെ അങ്ങ് ഉയർത്തുക മാത്രമല്ല ചെയ്യുന്ന, ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആദ്യം കൊടുക്കും. വിതൗട്ട് ഹ്യൂമിലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് വിസ്ഡം, എലിവേഷൻ ക്യാൻ ബിക്കം ഡിസ്ട്രക്ഷൻ. ഞാൻ ഈ പറഞ്ഞ പട്ടികയിൽപ്പെട്ട, അതായത് ഭയങ്കരമായ താഴ്മ, അതുപോലെ ഒരു അഖണ്ഡത, അതുപോലെ ജ്ഞാനം, എലിവേഷൻ അഥവാ ഉയർച്ച തുടങ്ങിയ പല കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് നാശത്തിൽ നിന്നും ഒരു ഭവനത്തെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ജോസഫിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാറുണ്ട്. ജോസഫ് വാസ് പ്രിപ്പേർഡ് ഇൻ പ്രിസൺ ബിഫോർ ദ പാലസ്. അവനെ ഒരുക്കിയെടുത്തത് എവിടെയിട്ടാണ്? ജോസഫ് വാസ് പ്രിപ്പേർഡ് ഇൻ പ്രിസൺ ബിഫോർ ദ പാലസ്, അല്ലേ? എന്ന് വെച്ചാൽ ജോസഫിൻ്റെ വലിയ കൊട്ടാരത്തിലേക്കുള്ള അവൻ്റെ രംഗപ്രവേശത്തിന് മുമ്പ് അവൻ പ്രവേശിച്ചത് കാരാഗൃഹത്തിലാണ്. കാരാഗൃഹത്തിലിട്ട് റെഡിയാക്കി ഒരുക്കി ക്യാരക്ടറെല്ലാം ക്ലീനായ ശേഷമാണ് അവനെ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയത്. കാരാഗൃഹത്തിൽ നിന്നും നേരെ സിംഹാസനത്തിലേക്ക്. ആൻഡ് ഡേവിഡ് വാസ് ട്രെയിൻഡ് ഇൻ ദ ഫീൽഡ് ബിഫോർ ദ ത്രോൺ. സിംഹാസനത്തിൽ വാസ്തവമായി അവൻ ഉപവിഷ്ടനാകുന്നതിന് മുൻപ് വയലുകളിലും കാട്ടാട്ടിൻ പാറകളിലും ഒക്കെയാണ് അവനെ കണ്ടിരുന്നത്. അവിടെ അവന് ദൈവികമായ ഒരു ഒരുക്കം നൽകിയിരുന്നു. സദൃശവാക്യങ്ങൾ 22:1 പറയുന്നത്, എ ഗുഡ് നെയിം ഈസ് മോർ ഡിസൈറബിൾ ദാൻ ഗ്രേറ്റ് റിച്ചസ്. വലിയ സമ്പത്തിനേക്കാൾ വലുതാണ് ഒരു സൽപ്പേർ. എല്ലാവരും ഒന്ന് പറയുക, സമ്പത്തിനേക്കാൾ വലുതാണ് സൽപ്പേർ. മത്തായി സുവിശേഷം 23:12, ദോസ് ഹു ഹംബിൾ ദെംസെൽസ് വിൽ ബി എക്സോൾട്ടഡ്. തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ഉയർത്തപ്പെടുന്നത്. ക്യാരക്ടർ കീപ്സ് വാട്ട് ഫേവർ ഓപ്പൺസ്. ദൈവം നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവപ്രസാദം നമുക്ക് വേണ്ടി തുറന്നു തരുന്നത്, നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മുടെ സ്വഭാവശ്രേഷ്ഠതയാണ്. ഗോഡ്സ് പ്രൊമോഷൻ സെർവ്സ് പർപ്പസ്. ദൈവത്തിൽ നിന്നുള്ള ഉയർച്ച ദൈവിക ഉദ്ദേശത്തെയാണ് ശുശ്രൂഷിക്കുന്നത്, അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഗോഡ് എക്സോൾട്ട്സ് പീപ്പിൾ നോട്ട് മിയർലി ഫോർ സ്റ്റേറ്റസ്. പദവി അലങ്കരിക്കാനും പൊസിഷൻ കൂട്ടാനും വേണ്ടിയിട്ടല്ല ദൈവം ഒരാളെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, എന്നാൽ ഒരു നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രൊമോഷൻ ഓഫ്റ്റൻ ഇൻക്രീസസ് റെസ്പോൺസിബിലിറ്റി. പലപ്പോഴും നമുക്കൊരു ഉയർച്ച കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റെസ്പോൺസിബിലിറ്റി കൂടിയെന്നാണ്. അപ്പോൾ തന്നെ ഇൻഫ്ലുവൻസ് കൂടും, അല്ലെങ്കിൽ ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ബ്ലെസ് അതേഴ്സ്. മറ്റുള്ളവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാനുള്ളതും എല്ലാം നമ്മുടെ കയ്യിൽ തരും. ഉൽപ്പത്തി പുസ്തകം 41:41 കാണുന്നത്, ഐ ഹിയർ ബൈ പുട്ട് യു ഇൻ ചാർജ് ഓഫ് ദി ഹോൾ ലാൻഡ് ഓഫ് ഈജിപ്റ്റ്. അപ്പോൾ ഇതാ ഈ ഈജിപ്തിലെ സകല ദേശത്തിന് മുകളിൽ ഞാൻ അതിൻ്റെ ഇൻചാർജാക്കി ഞാൻ നിന്നെ വയ്ക്കുകയാണ്. ഫറവോൻ പറയുകയാണ്. എസ്തർ 4:14 കാണുന്നത്, പെർഹാപ്സ് യു ഹാവ് കം ടു യുവർ റോയൽ പൊസിഷൻ ഫോർ സച്ച് എ ടൈം ആസ് ദിസ്. ഇപ്രകാരം ഒരു കാലത്തിന് വേണ്ടിയല്ലോ ദൈവം നിന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ പുറകിൽ കർത്താവിൻ്റെ കൈകൾ ഉണ്ടായിരുന്നു. മത്തായി സുവിശേഷം 5:16, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിൻ്റെ വെളിച്ചം പ്രകാശിക്കട്ടെ. When God lifts someone, he usually intends wider impact. ഒരാളെ ദൈവം ഉയർത്തുമ്പോൾ കുറേ കൂടി വിശാലമായ ഒരു ഇമ്പാക്റ്റ്, സ്വാധീനം അയാളോട് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അഥവാ ഇപ്പോൾ ഒരു വിളക്ക് കത്തിച്ച്, യേശു തന്നെ പറഞ്ഞു, വിളക്ക് കത്തിച്ചിട്ട് പാത്രത്തിൻ്റെ കീഴിലോ കട്ടിൽ കീഴിലോ ഏതെങ്കിലും ഒന്നിൻ്റെയും അടിയിൽ കൊണ്ടുപോയി വയ്ക്കരുത് എന്ന് കർത്താവ് പറഞ്ഞു.
തണ്ടിന്മേൽ ഉയർത്തി വെച്ച് കഴിയുമ്പോൾ പിന്നെ ആ വിളക്ക് ജ്വലിച്ച് പ്രകാശിക്കുന്നത് അതിനുവേണ്ടിയല്ല, ചുറ്റുമുള്ളവർക്ക് പ്രകാശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഈ ഉയർച്ച എന്ന് പറയുന്നത് അത് പലപ്പോഴും ഉദ്ദേശത്തിന് വേണ്ടി, ഒരു ദൈവികമായ ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥാനമാണ്. അപ്പോൾ ഒരാൾക്ക് ഫേവർ കിട്ടി, അയാൾക്ക് പല കാര്യങ്ങളും വിശാലമായി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ ഉത്തരവാദിത്തം കൂടിയതാണ്. ഉത്തരവാദിത്തം കുറഞ്ഞ് കോസിയായിട്ട് കംഫർട്ടബിളായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. സോ അപ്പോൾ ഇന്ന് നാം കണ്ടത് ഫേവർ ഫോർ പ്രൊമോഷൻ അഥവാ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവപ്രസാദത്തെക്കുറിച്ചാണ്. അതൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. നമുക്ക് ഉയരണമെങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം വരണം. അപ്പോൾ അതിലൂടെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി ഉയർച്ച വരുന്ന ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നിലേക്ക് പോകാൻ. അപ്പോൾ ഉയർച്ച വരുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ദൈവപ്രസാദമുണ്ട്. അതല്ലാതെ കിഴക്കൊന്നോ പടിഞ്ഞാറൊന്നോ ഒന്നുമല്ല ഉയർച്ച വരുന്നത്. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സർവൈക്കൽ പ്രോബ്ലംസ് ഉള്ള ആരൊക്കെയോ, പ്രത്യേകിച്ച് ഈ സ്പോണ്ടിലോസിസ് പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ഹിപ്പ് ജോയിൻറ്റിന് പ്രയാസമുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കിയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ഇനി നിങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും അത് നിങ്ങൾ നേരിട്ട് യേശുവിനോട് പറയുക. ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കും. കൈനീട്ടം. കർത്താവേ, എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ മേൽ ഒരു വലിയ വിടുതൽ കർത്താവേ അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു. ആമേൻ. സോ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയും. നാളെ സൺഡേ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ ദയവായി പങ്കെടുക്കുക. തിങ്കളാഴ്ച നമുക്ക് വീട്ടിൽ കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.